റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ് 11ാം ഭാഗം. റേഡിയോ മലയാളം കവിയരങ്ങിൽ മോഡറേറ്റർ ബിലു പത്മിനി നാരായണൻ സംസാരിക്കുന്നു. മലയാളം മിഷൻ റേഡിയോ മലയാളം കവിയരങ്ങിന്റെ അടുത്ത ഭാഗത്തിലേക്ക് ശ്രോതാക്കളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. സാഹിത്യത്തെ കേൾവിയിലൂടെ ആസ്വദിക്കുന്നതിൽ മലയാളികൾ, പ്രത്യേകിച്ച് പ്രവാസി സമൂഹം കാണിച്ച താൽപര്യവും സന്തോഷവും പ്രതീക്ഷകൾക്ക് അപ്പുറമായിരുന്നു. നമ്മുടെ കവികൾക്കിടയിലും അത് പുതിയൊരു അനുഭവമായി മാറി. കവിയരങ്ങ് ഉൾപ്പെടെയുള്ള എല്ലാ റേഡിയോ മലയാളം പരിപാടികളും ഈ മഹാമാരി കാലത്ത് സർഗാത്മകതയുടെ ഉണർവും പ്രതീക്ഷയും എന്ന നിലയിലാണ് സഹൃദയർ ഏറ്റുവാങ്ങിയത്. സാമൂഹികതയിൽ നിന്ന്, മനുഷ്യ സമ്പർക്കങ്ങളിൽ നിന്ന് അകന്ന് നാം കഴിയുന്ന ഈ കാലത്ത് സൗഹൃദങ്ങളുടെയും സാന്നിധ്യങ്ങളുടെയും ഓർമ്മകളുടെയും മറ്റൊരു പകര ഇടമാവുകയാണ് ഈ ശബ്ദമാധ്യമ സംരംഭം എന്ന് നമുക്ക് സംതൃപ്തിയോടെ തിരിച്ചറിയാൻ കഴിയും. ലോക മലയാളിയുടെ പല തലമുറകളുടെ കൂട്ടായ്മയും പരസ്പര പകർച്ചയുമാകുന്നു അത്. കേവലമായ ഗൃഹാതുരതയ്ക്കപ്പുറത്ത് പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങളും സാധ്യതകളും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകളാണ് അവ. പഴയതും പുതിയതുമായ കാവ്യപാരമ്പര്യങ്ങൾ ഇടകലരുന്ന ഒരു കാഴ്ച ഇന്ന് നമുക്ക് സമകാലിക കവിതയിൽ നിരീക്ഷിക്കാൻ കഴിയും. വൃത്തവടിവുള്ള കവിതകൾ തന്നെ പരീക്ഷണ രൂപത്തിൽ പലരും ഇന്ന് എഴുതുന്നുണ്ട്. ഗദ്യകവിതകൾ മാത്രമായി കവിത മാറിയ കഴിഞ്ഞ 2 ദശകങ്ങളിലെ രീതിയിൽ നിന്നു മാറി ചൊൽവഴക്കമുള്ള കവിതകളിലേക്ക് ഉള്ള ഒരു ശ്രമം. പാട്ടുകവിതകൾ അല്ലാത്ത, എന്നാൽ ആന്തരികമായി വാക്കുകളുടെ താളം ഉൾവഹിക്കുന്ന രചനകൾ. ഗദ്യത്തെയും പദ്യത്തെയും വേർതിരിക്കുന്ന മാധ്യമപരമായ, ക്രിയാത്മകമായ ഒരു ഘടകം ഇല്ലേ, അതാവശ്യമല്ലേ എന്ന സജീവമായ ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ അടുത്ത കാലത്ത് നടന്നിരുന്ന ഒരു കാലം കൂടിയാണിത്. ഗദ്യവാചകങ്ങളെ വാക്കുകളായി മുറിച്ച് താഴേക്ക് എഴുതുന്നതാണോ കവിത എന്ന തരത്തിൽ എൻഡർക്കി കവിതകളെന്ന വിമർശനവും ഉണ്ടായി. കവികളുടെ എണ്ണപ്പെരുപ്പവും വിമർശിക്കപ്പെട്ടു. കവിതയുടെ രൂപഭാവങ്ങളെക്കുറിച്ചുള്ള ആത്യന്തികമായ അവസാന വാക്കുകൾ എന്ന നിലയ്ക്ക് നാം ഇത്തരം വാദപ്രതിവാദങ്ങളെ കാണേണ്ടതില്ല എന്ന് തോന്നുന്നു. കാവ്യരംഗത്തെ സജീവതയുടെ, ക്രിയാത്മകതയുടെ അടയാളങ്ങൾ എന്ന നിലയ്ക്ക് നമുക്കവയെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. കെട്ടിക്കിടക്കാതെ ഒഴുകുന്ന വെള്ളത്തിന്റെ മുന്നിലേക്കുള്ള പ്രയാണവും പ്രസരിപ്പുമായി നമുക്കവയെ കാണാം. റേഡിയോ മലയാളം കവിയരങ്ങിലൂടെ കാവ്യചലനങ്ങളുടെ ഏതാനും ശബ്ദങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. റേഡിയോ മലയാളം കവിയരങ്ങിൽ ശ്രീ മോഹനകൃഷ്ണൻ കാലടി കവിത അവതരിപ്പിക്കുന്നു. കവിത മടക്കം. പോരൂ നമുക്ക് തിരിച്ചു പോകാം, ഈ കടൽ തീരത്തു നിന്നും. പോരൂ നമുക്ക് തിരിച്ചു പോകാം, ഈ കടൽ തീരത്തു നിന്നും. പകലിൻ്റെ വേഷങ്ങളെല്ലാം മുഷിഞ്ഞുപോയി, കിളികളും വെള്ളമേഘങ്ങളും മാഞ്ഞുപോയി. പകലിൻ്റെ വേഷങ്ങളെല്ലാം മുഷിഞ്ഞുപോയി, കിളികളും വെള്ളമേഘങ്ങളും മാഞ്ഞുപോയി. തിരകളടങ്ങി നഗരമാർഗത്തിലും, തിരകളടങ്ങി നഗരമാർഗത്തിലും അവതരിക്കുന്നു നിയോണിൻ്റെ യക്ഷികൾ. അകലെ നിന്നൊരു പഴയ ഗാനം വിളിക്കുന്നു, മതികെട്ടുറങ്ങാൻ മടങ്ങാം നമുക്കിനി. അകലെ നിന്നൊരു പഴയ ഗാനം വിളിക്കുന്നു, മതികെട്ടുറങ്ങാൻ മടങ്ങാം നമുക്കിനി. ഇനി മഞ്ഞു പെയ്യുന്ന മായിക മാത്രകൾ, ഇത് ജലകന്യയ്ക്ക് വിശ്രമത്താവളം. ഇനി മഞ്ഞു പെയ്യുന്ന മായിക മാത്രകൾ, ഇത് ജലകന്യയ്ക്ക് വിശ്രമത്താവളം. പൊടിമണൽ കൊണ്ട് നാം തീർത്ത വെൺമാടവും
മുനവിരൽ കൊണ്ടെഴുതി വായിച്ച മോഹവും അറിയാതെ ഇറ്റിയ കണ്ണുനീർത്തുള്ളിയും അവരുടെ കൈകൾ കവർന്നേക്കുമെങ്കിലും ഇനി മതി നമ്മൾ തിരിച്ചു നടക്കുക. പൊടിമണൽ കൊണ്ടു നാം തീർത്ത വെൺമാടവും മുനവിരൽ കൊണ്ടെഴുതി വായിച്ച മോഹവും അറിയാതെ ഇറ്റിയ കണ്ണുനീർത്തുള്ളിയും അവരുടെ കൈകൾ കവർന്നേക്കുമെങ്കിലും ഇനി മതി നമ്മൾ തിരിച്ചു നടക്കുക. അറിയാതെ നമ്മെ ഇറുക്കിയ ഞണ്ടിൻ്റെ പകപുരളാത്ത നഖത്തിൻ്റെ നേർമയും അറിയാതെ നമ്മെ ഇറുക്കിയ ഞണ്ടിൻ്റെ പകപുരളാത്ത നഖത്തിൻ്റെ നേർമയും നിനവുകൾ തമ്മിലുരുമ്മവേ വിണ്ണിൻ്റെ കവിളത്തു നിന്നും കിനാവിൻ്റെ ഭൂമിയിൽ തനിയെ പൊഴിഞ്ഞ വികാര സിന്ദൂരവും വരളുന്ന ജീവനിൽ പറ്റിപ്പിടിച്ചൊരീ നനവിൻ്റെ തരികളും പേറി നടക്കുക. അറിയാതെ നമ്മെ ഇറുക്കിയ ഞണ്ടിൻ്റെ പകപുരളാത്ത നഖത്തിൻ്റെ നേർമയും നിനവുകൾ തമ്മിലുരുമ്മവേ വിണ്ണിൻ്റെ കവിളത്തു നിന്നും കിനാവിൻ്റെ ഭൂമിയിൽ തനിയെ പൊഴിഞ്ഞ വികാര സിന്ദൂരവും വരളുന്ന ജീവനിൽ പറ്റിപ്പിടിച്ചൊരീ നനവിൻ്റെ തരികളും പേറി നടക്കുക. മിഴികളിലറ്റമില്ലാത്തൊരു നീലയായി മിഴികളിലറ്റമില്ലാത്തൊരു നീലയായി രസനയിൽ ഉപ്പിൻ മരീചികയായും ഉൾപ്പിരിവുകൾ തോറും മുഴങ്ങിപ്പടരുന്ന കടലിനെ പക്ഷേ മറക്കാൻ ശ്രമിക്കുക. മിഴികളിലറ്റമില്ലാത്തൊരു നീലയായി രസനയിൽ ഉപ്പിൻ മരീചികയായും ഉൾപ്പിരിവുകൾ തോറും മുഴങ്ങിപ്പടരുന്ന കടലിനെ പക്ഷേ മറക്കാൻ ശ്രമിക്കുക. കടലിനെ പക്ഷേ മറക്കാൻ ശ്രമിക്കുക. അമ്മ മലയാളം ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. റേഡിയോ മലയാളം കവിയരങ്ങിൽ ശ്രീ സലീം അഞ്ചൽ കവിത അവതരിപ്പിക്കുന്നു. കവിതയുടെ പേര് തിന്നേ പിന്നെ. പഴം തിന്നതുകൊണ്ടാണ് തൊലി കളയാൻ തോന്നിയത്. തൊലി കളയാൻ തോന്നിയതുകൊണ്ടാണ് എഴുന്നേറ്റ് വീടിൻ്റെ അടുക്കളപ്പുറത്തേക്ക് പോകാൻ തോന്നിയത്. അടുക്കളപ്പുറത്തേക്ക് പോകാൻ തോന്നിയത് കൊണ്ടല്ലേ പോയതും അയലത്തെ സുധർമ്മൻ വെള്ളമടിച്ച് വന്ന് അച്ഛനെ കുത്തുന്നത് കണ്ടതും മനസ്സിന് ഷോക്കേറ്റതും സാക്ഷി പറയുന്നതും കൊന്നുകളയും എന്ന് സുധർമ്മൻ ഇടിത്തിയായി എന്നിൽ പതിക്കുന്നതും ഒക്കെ പഴം തിന്നതുകൊണ്ട്. അമ്മ മലയാളം ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. റേഡിയോ മലയാളം കവിയരങ്ങിൽ ഇനി ശ്രീ കെ ജി സൂരജ് അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം. എല്ലാ സുഹൃത്തുക്കൾക്കും കവിതാസലാം. ഇലയുടെ ദേശാടനം എന്ന കവിതാ സമാഹാരത്തിലെ ജിന്ന് എന്ന കവിത. വെളുവിളാ വെളുത്ത് ചുമചുമാ ചുമന്ന് പച്ചില തിന്ന് രക്തം തുപ്പും റുഖിയാത്ത. കൈതമുള്ളും കൈതക്കാടും കടന്ന് ഓത്തുപാടിയിറങ്ങുമ്പം ആടൊന്നിനൊപ്പം വളവ് നിറയെ നിറഞ്ഞു നിൽക്കണ് റുഖിയാത്ത. കിനാവുകളുടെ സ്വതന്ത്ര സഞ്ചാരങ്ങളിൽ നിന്ന് റുഖിയാത്ത തെറിച്ചുപോയത്
ഒരു നട്ടുച്ച നേരമത്രേ. ഇത്തയുടെ ഫലിതങ്ങളിൽ VKN ഉണ്ടെന്നും ബഷീറുമായി ചെങ്ങാത്തത്തിലായിരുന്നെന്നും അടുപ്പക്കാർ അടക്കം പറഞ്ഞിരുന്നു. വളപ്പിൽ നീർമാതളമൊന്ന് പൂത്തപ്പോഴാണ് മുക്രിയും എമ്പ്രാന്തിരിയും ദൂരെയുള്ള പുരോഹിതനും മണത്തറിഞ്ഞത്. അങ്ങാടിയിൽ നിന്ന് നീളമുള്ളൊരു കോണി വാങ്ങി ഇത്തയിലേക്ക് ചാരി നിർത്തി അവർ. മനുഷ്യൻ, സ്നേഹം, പ്രണയം, പട്ടിണി, ഉള്ളവൻ ഇല്ലാത്തവൻ, കട്ടിലിലും പായ്മയിലും നിറയെ കിതാബുകൾ. ദൈവത്തെ കാണാനില്ലല്ലോ, പിടിവിട്ടാൽ പണി പാടുമെന്നറിഞ്ഞിട്ടും ഗവേഷണം തുടർന്നു അവർ. പരതിയിട്ടും ദൈവത്തെ കാണുന്നില്ല. പുഞ്ചിരിച്ചുറങ്ങുന്ന റുഖിയാത്തയെ പിശാചിനു വിട്ടുകൊടുത്ത് 3 പേർ കോണിയിറങ്ങി. ഇല തിന്നു നിന്ന ആട് തലതല്ലി കരഞ്ഞു. മുറ്റത്രിക്കെട്ടിൽ മൂവരുമുണ്ട്. സുഗന്ധദ്രവ്യങ്ങൾ, കർപ്പൂരം, ചന്ദനത്തിരികൾ നിരത്തിവച്ചിരിക്കുന്നു. ജിന്നൊന്നിനെ വിലങ്ങുവെച്ച് കുടിയിരുത്തിയത്രേ. അനുഗ്രഹം വേണ്ടവർ രസീതു കൈപ്പറ്റി നിരന്നു നിന്നാലും. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. റേഡിയോ മലയാളം കവിയരങ്ങിൽ ശ്രീ VM അരവിന്ദാക്ഷൻ കവിത അവതരിപ്പിക്കുന്നു. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്ന കവിയരങ്ങിൽ ചൊല്ലുന്ന കവിത പുറം. എന്നു മുതലാണു ഞാൻ പുറങ്ങൾ ശ്രദ്ധിക്കുവാൻ തുടങ്ങിയതെന്നുള്ളതോർക്കുവാനാകുന്നില്ല. എന്നു മുതലാണു ഞാൻ പുറങ്ങൾ ശ്രദ്ധിക്കുവാൻ തുടങ്ങിയതെന്നുള്ളതോർക്കുവാനാകുന്നില്ല. കുനിഞ്ഞു പോകുന്നവ, ഞെളിഞ്ഞു നിൽക്കുന്നവ, മുടിയും മറച്ചെങ്ങോ മറഞ്ഞു പോകുന്നവ. കുനിഞ്ഞു പോകുന്നവ, ഞെളിഞ്ഞു നിൽക്കുന്നവ, മുടിയും മറച്ചെങ്ങോ മറഞ്ഞു പോകുന്നവ. എത്രയോ പുറങ്ങൾ ഞാൻ നിത്യവും ശ്രദ്ധിക്കുന്നു. എത്രയോ പുറങ്ങൾ ഞാൻ നിത്യവും ശ്രദ്ധിക്കുന്നു. പുറമായി അകമറിയാതെ പോയിടുന്നവ. പുറമായി അകമറിയാതെ പോയിടുന്നവ. ഞാൻ കാണും പുറമെല്ലാം എൻ പുറമല്ലായ്കയാൽ എൻ പുറം കണ്ടിടുവാൻ തിരിയാൻ തുടങ്ങി ഞാൻ. ഞാൻ കാണും പുറമെല്ലാം എൻ പുറമല്ലായ്കയാൽ എൻ പുറം കണ്ടിടുവാൻ തിരിയാൻ തുടങ്ങി ഞാൻ. എത്ര ഞാൻ തിരിഞ്ഞിട്ടും കാണുന്നേയില്ലൻ പുറം. എത്ര ഞാൻ തിരിഞ്ഞിട്ടും കാണുന്നേയില്ലൻ പുറം. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. റേഡിയോ മലയാളം കവിയരങ്ങിൽ ഇനി കവിത അവതരിപ്പിക്കുന്നത് ശ്രീ നന്ദനൻ മുള്ളമ്പത്ത്. കുടുക്ക. വെള്ളേരി നനയ്ക്കുവാൻ വെള്ളം കൊണ്ടുവരുന്നതിന് പണിക്കാരി ഉണിച്ചിരയോട് പണിക്കാരൻ പൊക്കിണൻ മൺകുടുക്ക കടം ചോദിച്ചു. കുടുക്ക പൊട്ടിയാൽ ആങ്ങളമാർ പൊരയിൽ കയറ്റില്ലെന്ന് ഉണിച്ചിര വിഷമം പിടിച്ചു. പൊരയിൽ കയറ്റിയില്ലെങ്കിൽ എന്റെ പൊരയിൽ പോരാമെന്ന് പൊക്കിണൻ വീരം പറഞ്ഞു. മറ്റൊന്നും അറിയാത്ത പെണ്ണായിരുന്നതിനാൽ ഉണിച്ചിര കുടുക്ക കടം കൊടുത്തു.
എടുപ്പുള്ള എന്തെങ്കിലും നടത്താൻ വിചാരിക്കുന്ന ബാല്യക്കാരനായിരുന്നതിനാൽ വെള്ളം മതിയായപ്പോൾ പൊക്കിണൻ കുടുക്ക പൊട്ടിച്ചു. ഉണിച്ചിര പൊരയിലേക്ക് പോയില്ല. പൊക്കിണൻ വാക്ക് മാറിയുമില്ല. അവർക്ക് കുറെ മക്കളുണ്ടായി. മടുപ്പ് വന്ന് ഒരു ദിവസം പളനിക്ക് പോയ പൊക്കിണൻ മടങ്ങി വന്നില്ല. മക്കളെല്ലാം പല നാടുകളിൽ ഗതി പിടിക്കാതെ തുലഞ്ഞു. ഒറ്റക്കായ ഉണിച്ചിര മഴക്കാലത്ത് മരിക്കാൻ കിടക്കുമ്പോൾ ചിതറിപ്പോയ മക്കളെ ഓർമ്മ വന്ന് അവസാനമായി പറഞ്ഞു, കുടുക്ക പൊട്ടിയതുകൊണ്ടല്ലേ. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. ശ്രീ രാധാകൃഷ്ണൻ പെരുമ്പള അവതരിപ്പിക്കുന്ന കവിതയാണ് റേഡിയോ മലയാളം കവിയരങ്ങിൽ ഇനി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ അവതരിപ്പിക്കുന്ന കവിതയുടെ പേര് ഇരുട്ട്. ഇരുട്ടിൽ കഴിയുന്ന കാലത്ത് ഇരുൾ തന്നെ ശ്വസിച്ചും കുടിച്ചും നാം ജീവനെ പുലർത്തുന്നു. ഇരുട്ടിൽ കഴിയുന്ന കാലത്ത് ഇരുൾ തന്നെ ശ്വസിച്ചും കുടിച്ചും നാം ജീവനെ പുലർത്തുന്നു. വെളിച്ചം വരുമെന്ന കേട്ടുകേൾവിയിൽ മാത്രം പ്രതീക്ഷയർപ്പിക്കുക എന്നൊരു നേരം പോക്ക്. വെളിച്ചം വരുമെന്ന കേട്ടുകേൾവിയിൽ മാത്രം പ്രതീക്ഷയർപ്പിക്കുക എന്നൊരു നേരം പോക്ക്. വെളിച്ചം എന്താണത്, വെളിച്ചം എന്താണത്, കണ്ടവരാരാനും ഈ കറുത്ത ഗുഹയ്ക്കകത്തെങ്ങാനും ഇരിപ്പുണ്ടോ? വെളിച്ചമെന്താണത്, കണ്ടവരാരാനും ഈ കറുത്ത ഗുഹയ്ക്കകത്തെങ്ങാനും ഇരിപ്പുണ്ടോ? ഇരുട്ടിലൊന്നും കാണാനൊക്കുകില്ലൊന്നും, മെയ്യാൽ തട്ടിയും തടഞ്ഞുമാണൊക്കെയും അറിയുന്നു. ഇരുട്ടിലൊന്നും കാണാനൊക്കുകില്ലൊന്നും, മെയ്യാൽ തട്ടിയും തടഞ്ഞുമാണൊക്കെയും അറിയുന്നു. തൊടുന്നു കൽഭിത്തിയെ തണുത്ത മൺപുറ്റിനെ, ഉഗ്രമാം ഫണം നീർത്തി കൊത്തുന്ന സർപ്പങ്ങളെ. തൊടുന്നു കൽഭിത്തിയെ തണുത്ത മൺപുറ്റിനെ, ഉഗ്രമാം ഫണം നീർത്തി കൊത്തുന്ന സർപ്പങ്ങളെ. ഉടൽ തൊട്ടറിയുന്നു സ്ത്രീകളെ പുരുഷരെ, കടിച്ചു കീറിത്തിന്നും കാമത്തെ മരണത്തെ. ഉടൽ തൊട്ടറിയുന്നു സ്ത്രീകളെ പുരുഷരെ, കടിച്ചു കീറിത്തിന്നും കാമത്തെ മരണത്തെ. ഇരുട്ടിലെല്ലാം കേൾക്കാം, ഇരുട്ടിലെല്ലാം കേൾക്കാം പ്രകൃതിരവങ്ങളും സുന്ദരമസുന്ദരമജ്ഞാത ശബ്ദങ്ങളും. നോവിൻ്റെ ഞരക്കവും വിങ്ങലും നെടുവീർപ്പും ഇരുണ്ട കാലത്തിൻ്റെ മൗനവും കവിതയും. ഇരുട്ടിലെല്ലാം കേൾക്കാം പ്രകൃതിരവങ്ങളും സുന്ദരമസുന്ദരമജ്ഞാത ശബ്ദങ്ങളും. നോവിൻ്റെ ഞരക്കവും വിങ്ങലും നെടുവീർപ്പും ഇരുണ്ട കാലത്തിൻ്റെ മൗനവും കവിതയും. നന്ദി. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം.
റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. റേഡിയോ മലയാളം കവിയരങ്ങിൽ കവിത അവതരിപ്പിക്കുന്നു ശ്രീമതി മായ ആവണി. കവിതയുടെ പേര് കിണറുകൾ. ഉപയോഗയോഗ്യമല്ലാത്ത കിണറുകൾ അവർ മണ്ണിട്ടു മൂടുമായിരുന്നില്ല. ഉപയോഗയോഗ്യമല്ലാത്ത കിണറുകൾ അവർ മണ്ണിട്ടു മൂടുമായിരുന്നില്ല. പകരം അവയ്ക്ക് മുഖാവരണങ്ങൾ സമ്മാനിച്ചു. എന്നെ സൂക്ഷിക്കാൻ ഇതിലും നല്ലൊരു ഗേഹമില്ലെന്ന് അവർക്കറിയാമായിരുന്നു. കൊല്ലത്തിൽ 1 2 ചിലപ്പോൾ അതിലധികമോ തവണ മുഖാവരണം മാറ്റി അവരത് ഉപയോഗിക്കുന്നു, ശേഷം ഭദ്രമായി അടച്ചുവെക്കുന്നു. കൊല്ലത്തിൽ 1 2 ചിലപ്പോൾ അതിലധികമോ തവണ മുഖാവരണം മാറ്റി അവരത് ഉപയോഗിക്കുന്നു, ശേഷം ഭദ്രമായി അടച്ചുവെക്കുന്നു. അടുത്ത ഉപയോഗത്തിനുള്ള നാളിനായി. അങ്ങനെ കിണറുകൾ കാത്തുകിടക്കാറുണ്ട് ആരാധനാലയങ്ങളിൽ. മൂടിക്കിടക്കുന്ന കിണറിനോരത്ത് ഞാൻ എന്തിനു പോയി എന്നതിന് ഉത്തരമില്ലാത്തതുപോലെയാണ് കാൽവഴുതി വീണു എന്ന മുദ്ര ചെയ്യപ്പെട്ട ഉത്തരവും. മൂടിക്കിടക്കുന്ന കിണറിനോരത്ത് ഞാൻ എന്തിനു പോയി എന്നതിന് ഉത്തരമില്ലാത്തതുപോലെയാണ് കാൽവഴുതി വീണു എന്ന മുദ്ര ചെയ്യപ്പെട്ട ഉത്തരവും. അങ്ങനെ കിണറുകൾ ഒരിക്കലും ഉപയോഗശൂന്യമാകാറില്ല. നന്ദി. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. റേഡിയോ മലയാളം കവിയരങ്ങിൽ കവിത അവതരിപ്പിക്കുന്നു ശ്രീമതി കൃപ അമ്പാടി. കവിതയുടെ പേര് അയലോക്കം. ഒന്നുറക്കെ കരഞ്ഞാൽ പപ്പടക്കുഴ വലിച്ചെറിഞ്ഞ് ഓടിവരാൻ മേലേത്തെ ചെട്ടിച്ചാരും കറുത്ത കരുത്തുറ്റ 5 ആൺമക്കളും അവരുടെ ഭാര്യമാരുമുണ്ടെനിക്ക്. ഒന്നുറക്കെ ചിരിച്ചാൽ മീൻവെട്ട് നിർത്തി കൂടെ ചിരിക്കാൻ നബീസുമ്മയും മരുമോളും മക്കളുമുണ്ടെനിക്ക്. ഒന്നുറക്കെ ദേഷ്യപ്പെട്ടാൽ രാമനാമം നിർത്തി എന്ന് നീയിത്ര വളർന്നെന്ന് പിച്ചവച്ചു പരത്തിയ അപ്പിച്ചരിതങ്ങളും പല്ലില്ലാത്ത പല അമ്മിഞ്ഞ തപ്പലുകളും നിരത്തി ആശുവാക്കി തണുപ്പിക്കുന്ന പ്ലാത്തൊടിയിലെ ജാനോമയുണ്ടെനിക്ക്. ഒന്നുറക്കെ പനിച്ചാൽ പതുക്കെ ഉന്മാദിയായാൽ പച്ചിലയരച്ച് തലയിലിട്ട് കുളിപ്പിച്ച് അടുത്തിരുത്തി പുകലയിട്ടൊന്നു മുറുക്കിച്ച് നൂറ്റാണ്ടിൻ്റെ കെട്ടഴിച്ച് ഈരും പേനും വലിച്ച് ഭാരമൊഴിച്ചെൻ്റെ മുടിയൊതുക്കാൻ വിളിപ്പുറത്തെനിക്കെൻ്റെ കുറുമ്പാച്ചിയുണ്ട്. 10 പെറ്റ കഥകളുണ്ട്. എന്നിട്ടും കുട്ടൻ സാർ മാത്രം ഭാര്യയെ പുറത്തുനിന്ന് പൂട്ടിപ്പോകുന്നു. വൈകിട്ട് അയാളും അകത്തു കയറി കുറ്റിയിടുന്നു. എന്നിട്ടും കുട്ടൻ സാർ മാത്രം ഭാര്യയെ പുറത്തുനിന്ന് പൂട്ടിപ്പോകുന്നു. വൈകിട്ട് അയാളും അകത്തു കയറി കുറ്റിയിടുന്നു. അടഞ്ഞ വീട്ടിൽ ഒരു ചീഞ്ഞ നഗരം ശ്വാസം മുറുക്കുന്നു, പൊട്ടിത്തെറിക്കുന്നു. അടഞ്ഞ വീട്ടിൽ ഒരു ചീഞ്ഞ നഗരം ശ്വാസം മുറുക്കുന്നു, പൊട്ടിത്തെറിക്കുന്നു. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. റേഡിയോ മലയാളം കവിയരങ്ങിൽ കവിത അവതരിപ്പിക്കുന്നു ശ്രീ പത്മകുമാർ പരമേശ്വരൻ. മലയാളം മിഷന്റെ ഭാഗമായ റേഡിയോ മലയാളത്തിന്റെ ഈ കാവ്യോത്സവം ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. കവിതയുടെ പേര് ഉപേക്ഷ. ഇഷ്ടമാണീ നിലാവിനെ പാറിപ്പറന്ന് കൊതിമൂളുന്ന തുമ്പിയെ, നല്ലിളം ചൂടായുദിച്ചു പൊന്തിവരും അർക്കനെ, വിഷാദശോണിമയെ കടൽ നീലയിൽ മുക്കുന്ന തിരകളെ, കുളിർത്തെന്നലിൽ കുളിച്ചു തോർത്തിടും പോറിയോൺ രാവിനെ, കിനാച്ചീളു വീണ് മുറിവേറ്റു പിടയും തടാകത്തെ, സ്ഫടികം ചേർത്തു കോർത്തൊഴുകും പ്രവാഹത്തെ,
പാതി വഴിയിൽ വറ്റി ഒഴുക്കു നിലച്ച നദിയെ. ഇഷ്ടമാണെന്നെ, അതിലേറെ ഇഷ്ടം നിന്നെയും. എങ്കിലും ഈ പെരുവഴി കടക്കും മുൻപൊരു വേള മരിച്ചെന്നാൽ ഉപേക്ഷിക്കുവാനൊന്നുമില്ലാതെ ഉടയോരറ്റ് ആടിയുലഞ്ഞ് കരച്ചിലിന്റെ താരാട്ടും ഓർമ്മകളുടെ വിമ്മിഷ്ടവും പേറാതെ അടിമുടി അനാഥനായി ശാന്തിതീരം പൂകാതിരിക്കുവാൻ വയ്യ. ആയതിനാലല്ലയോ നിങ്ങളെ ഞാൻ കൈപിടിച്ച് വഴിമുറിച്ച് കടത്തിവിടുന്നു, പറത്തിവിടുന്നു, ഒഴുക്കിവിടുന്നു. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. റേഡിയോ മലയാളം കവിയരങ്ങിൽ കവിത അവതരിപ്പിക്കുന്നു ശ്രീ അഖിൽ പുതുശ്ശേരി. കവിത തിരയണ്ണൽ. ശബ്ദങ്ങളെ തടവിലാക്കിയ മുറിക്കുള്ളിൽ ചിലപ്പോഴൊക്കെ കാറ്റിൽ തൂങ്ങിയാടുന്ന കലണ്ടറിലെ കടൽ ചിത്രത്തെ കടൽ എന്ന വണ്ണം നോക്കിയിരിക്കും. ശബ്ദങ്ങളെ തടവിലാക്കിയ മുറിക്കുള്ളിൽ ചിലപ്പോഴൊക്കെ കാറ്റിൽ തൂങ്ങിയാടുന്ന കലണ്ടറിലെ കടൽ ചിത്രത്തെ കടൽ എന്ന വണ്ണം നോക്കിയിരിക്കും. ഓരോ കാഴ്ചയിലും തിരയിരമ്പുന്ന കടലിനോട് അറിയാതെ മന്ത്രിക്കും, നിന്നെപ്പോലെ എൻ്റെ ഉള്ളിലും തിരകൾ അധിവസിക്കുന്നു. വിഷാദത്തിൻ്റെ കറുത്ത തിരകൾ, സന്തോഷത്തിൻ്റെ മഞ്ഞളിപ്പ് നിറഞ്ഞവ, അരത്തിൽ കൊണ്ടുകൊണ്ട് മൂർച്ചയേറിയ വാളുപോലെ പേടിപ്പെടുത്തുന്നവ. ഇടയ്ക്കിടയ്ക്ക് ഇവയോരോന്ന് പൊന്തിയും താഴ്ന്നും ഉറക്കനെ വിതുമ്പിയും മൂകമാകുന്നതും ആർത്തു ചിരിപ്പതും കേൾപ്പതുണ്ടൻ ബധിര സാമ്രാജ്യം. മരണാവശിഷ്ടങ്ങളിലെ അസ്ഥികളും ചാരവും വകഞ്ഞുമാറ്റി എന്നിലേക്കൊരു തിരയടുത്തു കൂടുന്ന പോലെ നെഞ്ചിലെ മുള്ളുകൾ വിടർന്നു നിൽക്കുന്നു. എല്ലാ വികാരങ്ങളും ഒത്തുചേർന്ന് ആഞ്ഞടിക്കുന്ന പ്രതീതി. എണ്ണാൻ കഴിയാതെ പോയവ. ഭൂഗർഭത്തിലൂടെ എത്രയോ തിരകൾ ഞാൻ അറിയാതെ കര തൊട്ടിട്ടുണ്ടാകാം. തിരകൾ എണ്ണി എണ്ണി ഇമവെട്ടാതെ പൊട്ടിത്തെറിക്കുന്ന ഉത്കണ്ഠയോടെ, ഉള്ളിൻ്റെ വിളി തടുക്കാനാവാതെ, ദിനാന്ത്യത്തിൽ ചുവന്ന തിരകളെയും കണ്ട് കണ്ട് എൻ്റെ ജീവിതം പാഴ്ത്തടിയാവുന്ന പോലെ. നന്ദി. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. റേഡിയോ മലയാളം കവിയരങ്ങിൽ കവിത അവതരിപ്പിക്കുന്നു ശ്രീമതി അമ്പിളി ഓമനക്കുട്ടൻ. കവിതയുടെ പേര് എൻ്റെ കാമുകൻ. ദൂരെ ദൂരെയുള്ള കടലരികിൻ്റെ അദൃശ്യതയിൽ നിന്നുയർന്നു വരുന്ന നിന്റെ ഉജ്ജ്വലമുഖം. അവൻ വരുന്നത് ഒരു പുരാതന നഗരത്തിൽ നിന്നാണ്. ഋതുക്കൾ മാത്രമെടുത്ത് രാവിൻ നിറമാർന്ന ഒരിരുൾ തേജസ് പോലെ. അവൻ്റെ നിശ്വാസങ്ങളിൽ പല ദേശങ്ങൾ, ഭാഷകൾ, സംസ്കാരങ്ങൾ. വിരിഞ്ഞ നെഞ്ചിൽ അനാഥ തീരങ്ങളുടെ പച്ചപ്പുൽത്തറ. മിഴികളിൽ നീറുന്ന നെടുവീർപ്പുകളുടെ വിലാപവേഗങ്ങൾ. ചോരയിറ്റും പ്രാണനാളം മുറിഞ്ഞൊഴുകും നിഗൂഢവേദന. തീമുടിയിഴകളിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും. പെരുവിരലിൽ ഉയർക്കൊള്ളുന്ന നൃത്തവേഗങ്ങൾ. പാദങ്ങളിൽ മഹാപ്രതിരോധത്തിൻ്റെ ചരിത്രവേരുകൾ. വാക്കിൻ്റെ ഗർത്തങ്ങളിൽ തിരസ്കൃത വിഷാഗ്നിജ്വാലകൾ നക്കിക്കരിച്ച വസന്തങ്ങൾ. ശിലയുറഞ്ഞ തുടകളിൽ മലകളും മേഘങ്ങളും. ഞാൻ അവനിൽ കണ്ണും നട്ടിരുന്നു. വൃക്ഷമരം പോലെ അവൻ്റെ വംശീയ വിരുദ്ധലിംഗം എൻ്റെ വെളുത്ത ദുരഭിമാനത്തെ സ്വതന്ത്രമാക്കുന്നു. അവിടെ ആ ഇടുങ്ങിയൊരിടത്തിൽ പുറത്തു കടക്കാനാവാത്ത പുതിയൊരാനന്ദം കൈവരിക്കുന്നു. ഇണചേരലിൻ്റെ കസ്തൂരി ബന്ധം. വന്യമാം രതിക്കുള്ളിൽ തടവു ചാടിയ പ്രണയത്തിന് പുതിയ ചിറകുകൾ മുളയ്ക്കുന്നു. വിയർപ്പിൻ്റെ ശലഭമരങ്ങൾക്കുമേലെ
ഉടലുകൾ നഗ്ന നടനം ചെയ്യുകയാണ്. ഈ ശ്വാതല ഭൂമിയിൽ ചെറുമരത്തോപ്പിലെ ഗായക സംഘം പോലെ പാടുന്ന ദിഗംബര സന്യാസിമാരുടെ കത്തുന്ന ചുംബനങ്ങളിൽ കാലം പടം പൊഴിച്ച് പിൻവാങ്ങുന്നു. പ്രപഞ്ചമൊരു വാൻഗോഗ് ചിത്രം പോലെ, പ്രപഞ്ചമൊരു വാൻഗോഗ് ചിത്രം പോലെ. നന്ദി. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. റേഡിയോ മലയാളം കവിയരങ്ങിൽ ഇനി ശ്രീമതി ഫാസില സലീം അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം. കവിത എൻ്റെ വീട്ടിലെ അതിഥികൾ. വീടിൻ്റെ തിണ്ണമേലിരുന്ന് നാലറ്റവും പശ തേച്ച് ചിത്രങ്ങൾ പുസ്തകത്തിൽ ഒട്ടിച്ചു തുടങ്ങി കുട്ടി. ഒട്ടിച്ചേരാത്തതെല്ലാം ഉമിനീരു പുരട്ടി കൈത്തലമർത്തി. വലത്തിരിക്കുന്നത് ആമ. എറിഞ്ഞ കല്ലുകളെ ചേർത്തുണ്ടാക്കിയ തോടിനുള്ളിൽ തലകുനിച്ചുറങ്ങുന്ന വിനയാന്വിതനായ ശില്പി. ഇത് ഒട്ടകം. മരുച്ചൂടിനെ കാലിൽ കയറ്റി പാലു ചുരത്തി വരണ്ട നോട്ടമെറിഞ്ഞവർക്ക് മുന്നിലൂടെ മണ്ണെടുപ്പ് കഴിഞ്ഞ് കുന്നും ചുമന്നു നടക്കുന്നു. മീനിത്. കൂർത്ത മുള്ളുകൾ ഒളിപ്പിച്ച് കൊതിതീർത്തവൻ്റെ തൊണ്ട കാത്തിരിക്കുന്നു. ചെകിളപ്പൂക്കൾ ജലരേഖകളിൽ തട്ടി കൊഴിയുന്നു. കാക്കയാണ് അടുത്തത്. നിറം കൊണ്ട് മുറിവേൽപ്പിച്ചവരുടെ തലയിൽ വെള്ളക്കവിത എഴുതിയവൻ. കുഴിച്ചു ചെല്ലുമ്പോൾ നിന്നെ പുറത്തെടുക്കുന്ന മായ കണ്ണുണ്ടതിന്. കുതിര. കുതറിയോടിയതിൻ്റെ വേഗം. കടിഞ്ഞാൺ പിടിച്ചവൻ്റെ ജയവും തോൽവിയും കടമെടുത്ത് കുളമ്പടിച്ചവൾ. ഹൃദയത്തിലിപ്പോഴും തലകുത്തി നിൽക്കുന്നവൻ്റെ ഓർമ്മ വവ്വാൽ. ഉളിയിടങ്ങളിൽ ജീവിച്ചു മരിച്ച കുഴിയാനകൾ. ശേഖരിച്ച ചിത്രങ്ങൾക്ക് തലക്കെട്ട് വേണം. കുട്ടി തലകൊട്ടി ആലോചിച്ചു. തൻ്റെ വീട്ടുമുറ്റത്തവർ വന്നു നിൽക്കുന്നത് കണ്ട് മുനകൂർപ്പിച്ച് മേലെ ഒത്ത നടുക്ക് കട്ടിയിലെഴുതി അടിവരയിട്ടു. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. ശ്രീ സതീഷ് ജി നായർ അവതരിപ്പിക്കുന്ന കവിതയാണ് ഇനി റേഡിയോ മലയാളം കവിയരങ്ങിൽ. ഞാൻ അവതരിപ്പിക്കുന്ന കവിത നമുക്കിടയിൽ പാതിരാ കായൽ വെളിച്ചത്തിൻ്റെ മണം. ഇടവേളകൾക്ക് ശേഷം നീ വിളിച്ച മാമ്പഴ സന്ധ്യയിൽ എൻ്റെ നാട്ടിൽ തണുത്തും കുളിർന്നുമൊരു കാറ്റുവീശി. ഇടവേളകൾക്ക് ശേഷം നീ വിളിച്ച മാമ്പഴ സന്ധ്യയിൽ എൻ്റെ നാട്ടിൽ തണുത്തും കുളിർന്നുമൊരു കാറ്റുവീശി. ചെമ്പകമുടൽ പൂത്ത നിൻമണമാർന്ന ഒരു പാതിരാ കായൽ കാറ്റ്. വൈദ്യുതി നിലച്ചെങ്കിലും ബൾബുകൾ കെട്ടുവെങ്കിലും ഓരോ വീട്ടിലും ചിമ്മിനി വിളക്കിൽ ഓറഞ്ചല്ലി പഴുത്തു. വൈദ്യുതി നിലച്ചെങ്കിലും ബൾബുകൾ കെട്ടുവെങ്കിലും ഓരോ വീട്ടിലും ചിമ്മിനി വിളക്കിൽ ഓറഞ്ചല്ലി പഴുത്തു. വെളിച്ചത്തിൻ്റെ പുതുമണം ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾ തിരിച്ചറിയുകയായിരുന്നു. നമ്മളിൽ നമ്മൾ പരസ്പരം നിറച്ചു വച്ചിരുന്ന മൃദു നിശബ്ദതകൾ, നമ്മളിൽ നമ്മൾ പരസ്പരം നിറച്ചു വച്ചിരുന്ന മൃദു നിശബ്ദതകൾ ഏതോ ഒരു ചിമ്മിനി വിളക്കിൽ നിറഞ്ഞങ്ങനെ കത്തുകയാണ്. ഞാൻ നിന്നിൽ കൊളുത്തി വച്ചിരുന്ന പ്രേമം അതിലാളിക്കലമ്പുകയാണ്. കരിന്തിരി കത്താതിരിക്കാൻ ഒരു ചിമ്മിനി നിറയെ നീല മണ്ണെണ്ണ നിറച്ചു വച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ചുവന്ന റിബൺ കൊണ്ട് മുടിപിന്നി സ്വർണ്ണ പുള്ളിയുടുപ്പിട്ട കണ്ണെഴുതിയ പെൺകുട്ടി. കടലൊളിഞ്ഞൊരു കായൽക്കാറ്റും പെൺമനീറുന്ന ഒരു ചിമ്മിനി വിളക്കും ഒരു പെൺകുട്ടിയും നിന്റെ ആ പിൻവിളിക്ക് കാതോർത്ത് ഇപ്പോഴും എന്നെ നോക്കിയിരിക്കുകയാണ്. കടലൊളിഞ്ഞൊരു കായൽക്കാറ്റും പെൺമനീറുന്ന ഒരു ചിമ്മിനി വിളക്കും ഒരു പെൺകുട്ടിയും നിന്റെ ആ പിൻവിളിക്ക് കാതോർത്ത്
ഇപ്പോഴും എന്നെ നോക്കി നോക്കിയിരിക്കുകയാണ്. നന്ദി. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. റേഡിയോ മലയാളം കവിയരങ്ങിൽ ഇനി ശ്രീമതി അൽഫോൺസ ജോയ് കവിത അവതരിപ്പിക്കുന്നു. മസ്തിഷ്ക വധം. ഇരുചക്രശകടം മറിഞ്ഞ രാവിൽ ഉണ്ണിയാവിധിയിൽ ലേഖനായി. ഉറ്റവരാരുമേയില്ലാതെ കഷ്ടം പ്രാണനായേറെ പിടച്ച നേരം. ഇരുചക്രശകടം മറിഞ്ഞ രാവിൽ ഉണ്ണിയാവിധിയിൽ ലേഖനായി. ഉറ്റവരാരുമേയില്ലാതെ കഷ്ടം പ്രാണനായേറെ പിടച്ച നേരം. ആരോ പറഞ്ഞിട്ടേറെ വൈകി ആ വഴി വന്നൊരാ 108 ഉണ്ണിയെ താങ്ങി കിടത്തിയത്രേ. പാഞ്ഞുപോയൊച്ചയാൽ ആ വഴിക്കത്രേ. ആകാശത്തക്ഷമ നക്ഷത്രവൃന്ദം കണ്ണുകൾ ചിമ്മി നീർപൊഴിക്കേ. ചാറ്റൽ മഴത്തുള്ളി കണ്ണുനീരായി ഭൂമിയിൽ വന്നു നിലവിളിപ്പൂ. ഏറെ പേരുള്ളൊരാശുപത്രിക്കേറെ അകത്തായി കൊണ്ടുപോയി. ജീവനെ കിട്ടുവാൻ ജീവിതം നൽകുന്ന വെന്റിലേറ്ററിൽ ആക്കിയത്രേ. ഉറ്റവരൊക്കെയും വന്നിരുന്നു, സമ്പാദ്യമൊക്കെയും കാഴ്ചവച്ചേ. വാതിലിനിപ്പുറം കാത്തിരിക്കേ, തമ്മിൽ നിശബ്ദം മൊഴിഞ്ഞിരിക്കാം. നൽകാം നിനക്കായിട്ടെന്തു വേണേൽ, പോകല്ലയുണ്ണിനി ഞങ്ങളെ വിട്ട്. നേരം നിശബ്ദം മരിച്ചു വീഴേ, വാതിൽ തുറക്കും ശബ്ദം നടുക്കേ. വാർത്തകളേറെ തളർത്തിക്കിടത്തേ, അത്ഭുത സിദ്ധിക്കായി കാത്തിരിപ്പൂ. നാളുകൾ നാലതു പോകവേ ചൊല്ലി യന്ത്രങ്ങളെത്രേ ശ്വസിച്ചിടുന്നു. മസ്തിഷ്ക മരണവും സംഭവിച്ചത്രേ, ഉണ്ണിയെ കിട്ടുവാൻ മാർഗമില്ല. കാര്യങ്ങളോതുന്ന മേധാവിയപ്പോൾ കാരുണ്യമോതുന്ന വാക്കുകൾ പോലെ ഉറ്റവരോടായി ചൊല്ലിടുന്നു, ഉണ്ണിയെ കാണാം മാർഗമുണ്ടേ. ഉണ്ണി മരിക്കില്ല ജീവിക്കുമല്ലോ, കണ്ണായി കരളായി വൃക്കയുമായി. പിന്നെ ഹൃദയവും നൽകി അനുവദിച്ചാൽ ഉണ്ണി പലരായി ജീവിക്കുമല്ലോ. ഒന്നും അറിയേണ്ട നിങ്ങളൊട്ടും, സങ്കടം വേണ്ടത്ര ഉണ്ണിയെ കിട്ടും. ഒപ്പിട്ടു നൽകുക അത്രമാത്രം, ഒട്ടുപേരുണ്ടിവർ കാത്തുനിൽപ്പൂ. ഒപ്പിട്ടു നൽകുക അത്രമാത്രം, ഒട്ടുപേരുണ്ടിവർ കാത്തുനിൽപ്പൂ. ആരോ പൊത്തിയ കാതുകൾ മെല്ലെ ഉണ്ണിയെ പെറ്റോരമ്മയല്ലേ. എത്ര മധുരമായി ചൊല്ലിയാലും, എത്ര മഹത്വമായി ചൊല്ലിയാലും, ഉണ്ണിയെ വെട്ടിപ്പകുത്തിടാനായി ഉണ്മയാമമ്മയ്ക്കു സമ്മതമോ? വിങ്ങി കിതച്ചു വിതുമ്പുന്നൊരച്ഛൻ്റെ ഒച്ച തെന്നി തെറിച്ചു പുറത്തു വന്നു. വിങ്ങി കിതച്ചു വിതുമ്പുന്നൊരച്ഛൻ്റെ ഒച്ച തെന്നി തെറിച്ചു പുറത്തു വന്നു. കണ്ണായി കരളായി വൃക്കകളായി വീതിച്ചെടുക്കിലും എൻ്റെ ഉണ്ണി ജീവിച്ചിരിക്കുകയിൽ എന്തു മോദം. സമ്മതമത്രേ എനിക്കതിന്.
വാതിലിനപ്പുറം കാര്യങ്ങളെത്ര വേഗത്തിലെന്നോ വിൽപ്പനയ്ക്കായി ലക്ഷങ്ങൾ എത്രയോ ലേലം വിളിച്ച ഏജന്റുമാരവർ മത്സരിച്ചു. വമ്പിച്ച ലാഭക്കൊതിയൊട്ടടങ്ങി വമ്പനാ ഡോക്ടറും ഒപ്പുവച്ചു. അംഗങ്ങൾ ഓരോന്ന ആ വഴിയെ ഏജന്റുമാരവർ കൊണ്ടുപോകെ. അംഗങ്ങൾ ഓരോന്ന ആ വഴിയെ ഏജന്റുമാരവർ കൊണ്ടുപോകെ. ഉറ്റവർ കേൾക്കാത്ത ദീനശബ്ദം ചുറ്റും തരംഗമായി തങ്ങി നിന്നു. ഉറ്റവർ കേൾക്കാത്ത ദീനശബ്ദം ചുറ്റും തരംഗമായി തങ്ങി നിന്നു. സത്യം മരിക്കായ്ക എന്നിരിക്കെ കൊള്ളുന്നു കൊള്ള പണത്തിനായി. ജീവനോ പൂർണ്ണമായി പോയിടാതെ വെട്ടിപ്പറിച്ചവർ അംഗങ്ങളെല്ലാം. വിട്ടകലാത്ത വേദന പേറി വിട്ടകലുന്നു പ്രാണനും ദേഹിയും. വിട്ടകലാത്ത വേദന പേറി വിട്ടകലുന്നു പ്രാണനും ദേഹിയും. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. റേഡിയോ മലയാളം കവിയരങ്ങിൽ ശ്രീ ബാലഗോപാലൻ പേരൂരിന്റെ കവിത കേൾക്കാം. കവിത ഓർമ്മ വേണം. മകളാണ് ഓർമ്മ വേണം, പിച്ചരുത് പിച്ചി ചീന്തരുത്. മൊട്ടാണവൾ പിടരും മൊട്ടാണവൾ, കൊഴിക്കരുത് തല്ലിക്കൊഴിക്കരുത്. ഇതൾ വിടർത്തരുത് ഇറുത്തെടുക്കരുത്, ചവിട്ടി അരയ്ക്കരുത്. സോദരിയവൾ വാത്സല്യനിധി, കൂടപ്പിറപ്പ്. സോദരനായി കാവലാളായി ഒപ്പമുണ്ടാകണം. ഇണങ്ങിയും പിണങ്ങിയും ഇഴപിരിച്ചും കാക്കയും കഴുകനും നഖമുനയാഴ്ത്താതെ കാത്തിയിടണം. അമ്മയാണവൾ അറിയണം. കൈ വളരുന്നോ കാൽ വളരുന്നോ, കരുതലായി സ്നേഹമായി ത്യാഗമായി വളർത്തി നമ്മെ. തള്ളരുത് വഴിയിൽ തള്ളരുത് അനാഥയായി. ഭാര്യയാണവൾ വീടിൻ വിളക്കവൾ, അണയ്ക്കരുത് കുത്തിക്കെടുത്തരുത്. ദീപമായി തെളിച്ചിടാം സ്നേഹം പകർന്ന് പ്രണയിച്ചിടാം. മാറോട് ചേർത്തിടാം ഒന്നിച്ചു നീങ്ങാം, ഒന്നായി തുഴഞ്ഞിടാം ജീവിതത്തോണിയിൽ. മുത്തശ്ശിയാണ് ഓർമ്മതൻ നിലവറ. സന്ധ്യാനേരത്ത് പഴമ്പായി വിരിച്ച് പല്ലില്ലാ മോണ കാട്ടി ചിരിച്ചും നാമം ജപിച്ചും പഴംപുരാണം പറഞ്ഞും മുറുക്കിത്തുപ്പിയും കാതോർത്ത് മിഴി തുറന്നിരിപ്പാണ്. കാലം കടന്നെത്തും വിളി കേൾപ്പതിനായി. രൂപഭാവങ്ങളേറെയെങ്കിലും പെണ്ണവൾ വെറും പെണ്ണല്ലവൾ. പ്രപഞ്ച ശക്തിയാണവൾ, സൃഷ്ടിസ്ഥിതി സംഹാരിണിയാം ആദിപരാശക്തിയാണവൾ. ഓർമ്മ വേണം. നന്ദി. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. റേഡിയോ മലയാളം കവിയരങ്ങിൽ ഇനി ദീക്ഷണ സുരേഷ് കവിത അവതരിപ്പിക്കുന്നു. കവിത അങ്ങനെയൊരിക്കൽ കാറ്റുണ്ടായി. കാറ്റൂതി വിട്ടൊരു പക്ഷി കാറ്റിനൊപ്പം പറക്കുന്നു. ഭൂമിക്കു കീഴെ ആകാശങ്ങളില്ലാത്തിടങ്ങളിൽ കാറ്റതിനെ പറത്തിവിടുന്നു. കയ്യിൽ കാറ്റിൻ്റേതുപോലത്തെ പങ്കായം, കാലിൽ മീൻകണ്ണിൻ്റെ ഊറ്റം. കാറ്റിൻ്റെ കയ്യിൽ റാന്തുവിളക്കു കണക്കെ കാറ്റൂതിവിട്ട പക്ഷി പറന്നു തുടിച്ചു. മുന്നിലേക്കും പിന്നിലേക്കുമല്ലാതെ മേലോട്ടും താഴോട്ടുമല്ലാതെ ഞാറപ്പഴനീരിറ്റുന്ന കണ്ണിറുക്കെ പൂട്ടി കാലഴിച്ചുവിട്ട് കാറ്റിനൊപ്പം പറന്നു. കാറ്റിൻ്റെ പാട്ടൊലിച്ചു പോയിടത്തെല്ലാം നക്ഷത്രങ്ങൾ വിരിഞ്ഞു. ഞാറപ്പഴനീരിറ്റു വീണ് നക്ഷത്രങ്ങളിൽ വയലറ്റു മിന്നി. പറന്നു പറന്ന് പാട്ടിൻ്റെ കാലു കഴിഞ്ഞപ്പോൾ
കാറ്റൂതിവിട്ട പക്ഷി കൊക്കുനീർത്തി കാറ്റിനെ കുടിച്ചു നിറച്ചു. പറന്നു പറന്ന് പാട്ടിൻ്റെ കാലു കഴിഞ്ഞപ്പോൾ കാറ്റൂതിവിട്ട പക്ഷി കൊക്കുനീർത്തി കാറ്റിനെ കുടിച്ചു നിറച്ചു. ഞാറപ്പഴനീരിറ്റു വീണ് കാറ്റും കിളിയും നനഞ്ഞു. ഇപ്പോൾ നോക്കൂ, കിളിയതിൻ്റെ ചിറകു നീർത്തി കാറ്റിനെ ഊതിവിട്ടിരിക്കുന്നു. കാറ്റിൻ്റെ പാട്ടങ്ങനെ പറന്ന് പറന്ന് പെയ്ത് പെയ്ത് ഭൂമിക്കടിയിൽ ആകാശങ്ങൾ വിരിഞ്ഞു. പാട്ടങ്ങനെ പറന്ന് പറന്ന് പെയ്ത് പെയ്ത് ഭൂമിക്കടിയിൽ ആകാശങ്ങൾ വിരിഞ്ഞു. അവിടെ മീൻകണ്ണുപോലെ വയലറ്റു നക്ഷത്രങ്ങൾ മിന്നി. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. റേഡിയോ മലയാളം കവിയരങ്ങിൽ ഇനി സാമജ കൃഷ്ണയുടെ കവിത. കേരളം വഴികാട്ടുന്നു, കേരളം വഴികാട്ടുന്നു, അർക്കചന്ദ്രന്മാർ പോലെ വിശ്വമാകെ പ്രകാശം പരത്തുന്നു. കേരളം വഴികാട്ടുന്നു, അർക്കചന്ദ്രന്മാർ പോലെ വിശ്വമാകെ പ്രകാശം പരത്തുന്നു. ആളളക്കേണ്ടതാകാരപ്രകാരമല്ലാളുമഗ്നിയിലുമുലയാത്ത സ്ഥൈര്യത്തിനാം, ആളളക്കേണ്ടതാകാരപ്രകാരമല്ലാളുമഗ്നിയിലുമുലയാത്ത സ്ഥൈര്യത്തിനാം. ഉദധിയിലുരുവായി ഹരിതയായാദിയിൽ ശാദ്വല വിരിമാറിലോടിക്കളിച്ച നാൾ, ഇരുമ്പിൻ കരുത്തിൽ കരേറിയ കരങ്ങൾക്ക് കരളിൻ കരുതലും കരുണയും കൂരയും നീരുവറ്റാത്തുറവയും തീരത്ത് നീളെ പൊന്മണിക്കറ്റയും കാറ്റത്തിളകി മാറാ കരിമ്പടവും നൽകി. തുമ്പത്തൂ വെള്ളച്ചിത്തവും ചേലുള്ള കർണികാരമലുക്കിട്ട ചേലയും മെയ്യിലാരും മയങ്ങും സുഗന്ധവും വാരിധിത്തിര നൂപുരച്ചെത്തവും ചെണ്ട ചേങ്ങില താളത്തിനൊപ്പിച്ചു പച്ചവേഷത്തിലാടിത്തിമിർക്കവേ. അപ്രാപ്യമീ അമൃതകുംഭത്തെ കാമിച്ചവരെത്ര പേരാകുലം മടങ്ങിയ അതിർത്തിയിൽ. എന്നിട്ടും മോഹിച്ചാഗമിച്ചോരെ സദാ സാദരം സ്വീകരിച്ചപ്പോഴും ശിരസ്സുയർന്നേയിരുന്നു ശരമൊഴിയാത്തൊരാവനാഴി മെനഞ്ഞു രണധീരർ. ശിരസ്സുയർന്നേയിരുന്നു ശരമൊഴിയാത്തൊരാവനാഴി മെനഞ്ഞു രണധീരർ. നീതലും മരുതവും മുല്ലയും കുറിഞ്ചിയും പൂവിട്ട പാതകൾ ചെന്തിണ ചെത്തി വിരിച്ചു വരവേറ്റു കണ്ണകി പെണ്ണിനെ നങ്ങേലിയെ വില്ലുവണ്ടിയെ ഗാന്ധിയെ. പുലരിച്ചുവപ്പിൻ കൊടിക്കൂറ നാട്ടി വിയൽപ്പിൻ വിശപ്പിൻ നേരിനെ കാട്ടി. പുലരിച്ചുവപ്പിൻ കൊടിക്കൂറ നാട്ടി വിയൽപ്പിൻ വിശപ്പിൻ നേരിനെ കാട്ടി. നേരോതുവോന്റെ നാവരിയുന്നവരറിഞ്ഞു നാവുകൾ മുളച്ചു പിന്നെയും. അദ്വൈത വേദാന്തകാരനെ പെറ്റവൾക്കപ്പൊരുൾ പാടി പഠിപ്പിച്ചു. നമ്മളു കൊയ്യും വയലുകൾ നമ്മുടേതെന്നുറക്കെ പാടിച്ചു. നൽകിയില്ല ഹവിസ്സു ദൈവങ്ങൾക്ക് ചെയ്തൊരജ്ഞം സാക്ഷരതയ്ക്കായി. നൽകിയില്ല ഹവിസ്സു ദൈവങ്ങൾക്ക് ചെയ്തൊരജ്ഞം സാക്ഷരതയ്ക്കായി. രാമക്ഷേത്രം പണിഞ്ഞില്ല
വിദ്യാലയങ്ങളിൽ രാമനാമം പഠിപ്പിച്ചില്ല. രാമക്ഷേത്രം പണിഞ്ഞില്ല, വിദ്യാലയങ്ങളിൽ രാമനാമം പഠിപ്പിച്ചില്ല. നാടുനീളെ പണിഞ്ഞാതുരാലയങ്ങൾ, പള്ളിക്കൂടങ്ങൾ പഠിപ്പിച്ചു ശാസ്ത്രതത്വങ്ങൾ. നാടുനീളെ പണിഞ്ഞാതുരാലയങ്ങൾ, പള്ളിക്കൂടങ്ങൾ പഠിപ്പിച്ചു ശാസ്ത്രതത്വങ്ങൾ. തീണ്ടാരിക്കു വായ്ത്താരി പാടുവാനല്ല, തീട്ടൂരങ്ങൾ തീയിട്ടു ചാമ്പലാക്കുവാൻ പഠിപ്പിച്ചു. തീണ്ടാരിക്കു വായ്ത്താരി പാടുവാനല്ല, തീട്ടൂരങ്ങൾ തീയിട്ടു ചാമ്പലാക്കുവാൻ പഠിപ്പിച്ചു. കേരളം വഴികാട്ടുന്നു, കേരളം വഴികാട്ടുന്നു. പണ്ടവളുടെ നാവരിഞ്ഞവരിരുട്ടിൽ പരതുമ്പോഴും കേരളം വഴികാട്ടുന്നു. പണ്ടവളുടെ നാവരിഞ്ഞവരിരുട്ടിൽ പരതുമ്പോഴും അറിയുക അറിയുക ഒരൊറ്റ നാൾ കൊണ്ടുണ്ടായതല്ല, അനവധിക്കെട്ട നാളിന്റെ ഊർജമാണിങ്ങിതിൽ. തീയിൽ കുരുത്തത് വെയിലത്തു വാടാനല്ല. മാനിഷാദതൻ മാറ്റൊലി കേട്ട ശ്രീരാമൻ തൊട്ടു ചമച്ചൊരു നന്മൊഴി. മാനിഷാദതൻ മാറ്റൊലി കേട്ട ശ്രീരാമൻ തൊട്ടു ചമച്ചൊരു നന്മൊഴി. പിന്നെ എത്ര യുഗങ്ങളിൽ ഗായകരേറ്റു പാടി പകർന്നൊരീ മൺമൊഴി. പാടുകയാണതിജീവനത്തിന്റെ പോർമുഖങ്ങളിൽ പടപ്പാട്ടുകൾ. പാടുകയാണ് അതിജീവനത്തിന്റെ പോർമുഖങ്ങളിൽ പടപ്പാട്ടുകൾ. വീരഗാഥ രചിച്ചു സമുജ്വലം ജൈത്രയാത്ര തുടരുകയാണവൾ. വീരഗാഥ രചിച്ചു സമുജ്വലം ജൈത്രയാത്ര തുടരുകയാണവൾ. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. റേഡിയോ മലയാളം കവിയരങ്ങിൽ ശ്രീ രജീഷ് പാലവിളയുടെ കവിത കേൾക്കാം. പൂച്ചക്കാര്യം. എങ്ങോ നിന്നൊരു മീൻതല കുഞ്ഞിനു തിന്നാനായി കൊടുത്തിട്ട് എങ്ങോട്ടേക്കോ പോകാനോടും തള്ളപ്പൂച്ചയെ കണ്ടിട്ട്. എങ്ങോ നിന്നൊരു മീൻതല കുഞ്ഞിനു തിന്നാനായി കൊടുത്തിട്ട് എങ്ങോട്ടേക്കോ പോകാനോടും തള്ളപ്പൂച്ചയെ കണ്ടിട്ട്. കുഞ്ഞൻ പൂച്ച പിണങ്ങിക്കൊണ്ട് വിങ്ങിപ്പൊട്ടി ചോദിപ്പു, അമ്മേ പായുവതെങ്ങോട്ടാണി സമ്മാനം നീ തന്നിട്ട്? ഉച്ചമയങ്ങാൻ നേരത്തയ്യോ ഒറ്റയ്ക്കാക്കി പോകല്ലേ. അമ്മേ പായുവതെങ്ങോട്ടാണി സമ്മാനം നീ തന്നിട്ട്? ഉച്ചമയങ്ങാൻ നേരത്തയ്യോ ഒറ്റയ്ക്കാക്കി പോകല്ലേ. പാണ്ഡൻ നായകറങ്ങുന്നുണ്ടവൻ എന്നെ കണ്ടാൽ ഓടിക്കും. കുഞ്ഞേ അമ്മ മടങ്ങി വരാമൻ നെഞ്ചിൽ നീയാം തീയുണ്ട്. കുറ്റിക്കാടിനകത്തല്ലാതെ മറ്റെങ്ങോട്ടും പോകണ്ട. കുഞ്ഞേ അമ്മ മടങ്ങി വരാമൻ നെഞ്ചിൽ നീയാം തീയുണ്ട്. കുറ്റിക്കാടിനകത്തല്ലാതെ മറ്റെങ്ങോട്ടും പോകണ്ട. അങ്ങേ വീട്ടിലൊരാളിണ്ടിപ്പോൾ എങ്ങോട്ടേക്കോ പോയിടും. ജാതകദോഷവശാലവൻ ഇന്നൊരു പൂച്ച കുറുക്കിടുമെന്നുണ്ട്. അങ്ങേ വീട്ടിലൊരാളുണ്ടിപ്പോൾ എങ്ങോട്ടേക്കോ പോയിടും. ജാതകദോഷവശാലവൻ ഇന്നൊരു പൂച്ച കുറുക്കിടുമെന്നുണ്ട്. പുത്തൻ കാറു വരുന്ന വഴി ചെന്നെത്തിയിടത്തായി ചാടേണം. ആയതു തീർത്തു തിരിച്ചു വരാം ഞാൻ
നീ മീന്തല തിന്നാട്ടെ. ജാതകദോഷവശാലവൻ ഇന്നൊരു പൂച്ച കുറുക്കിടുമെന്നുണ്ട്. പുത്തൻ കാറു വരുന്ന വഴി ചെന്നെത്തിയിടത്തായി ചാടേണം. ആയതു തീർത്തു തിരിച്ചു വരാം ഞാൻ. നീ മീന്തല തിന്നാട്ടെ, നീ മീന്തല തിന്നാട്ടെ. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. റേഡിയോ മലയാളം കവിയരങ്ങിൽ ഇനി കവിത അവതരിപ്പിക്കുന്നത് ശ്രീ സഞ്ജയ് നാഥ്. കവിത വെളുത്ത കുതിരകളുടെ രഥങ്ങൾ. കാറ്റിനു പോലും തുറക്കാനാവുന്ന വാതിലുകളുള്ള വീടുകൾ, കാറ്റിനു പോലും തുറക്കാനാവുന്ന വാതിലുകളുള്ള വീടുകൾ, പൂത്ത ചോളപ്പാടങ്ങൾക്ക് നടുവിലെ നോക്കുകുത്തികൾ. തുറന്ന് വെളിപ്പെട്ട വീട്ടിൽ നിന്നും കാറ്റിറങ്ങിപ്പോകുന്ന വൈകുന്നേരങ്ങളിൽ ചെമ്മണ്ണുപാതകളിലൂടെ തീവണ്ടിയൊച്ചകൾ കേട്ടു തുടങ്ങും. തുറന്ന് വെളിപ്പെട്ട വീട്ടിൽ നിന്നും കാറ്റിറങ്ങിപ്പോകുന്ന വൈകുന്നേരങ്ങളിൽ ചെമ്മണ്ണുപാതകളിലൂടെ തീവണ്ടിയൊച്ചകൾ കേട്ടു തുടങ്ങും. ചുവന്ന ഒരു ചേലയുമായി കാറ്റ് കയറി വന്ന് അവളെ പുതയ്ക്കും. ചുവന്ന ഒരു ചേലയുമായി കാറ്റ് കയറി വന്ന് അവളെ പുതയ്ക്കും. പാൽക്കാരൻ ജസ്വന്ത്, ട്രാക്ടറോട്ടുന്ന രൺവീർ, ഒപ്പം പഠിച്ച സുഖ്വീർ, ഇവരുടെ ഗന്ധങ്ങൾ കലർന്ന പട്ടുചേല അവളെ ശ്വാസം മുട്ടിക്കും. പാൽക്കാരൻ ജസ്വന്ത്, ട്രാക്ടറോട്ടുന്ന രൺവീർ, ഒപ്പം പഠിച്ച സുഖ്വീർ, ഇവരുടെ ഗന്ധങ്ങൾ കലർന്ന പട്ടുചേല അവളെ ശ്വാസം മുട്ടിക്കും. കുതിരക്കുളമ്പടിയൊച്ചയും ആവിയന്ത്രത്തിന്റെ കിതപ്പും ചേർന്നൊരാലസ്യം അവൾ അനുഭവിച്ചത് ആ പട്ടുചേല ചുറ്റിയപ്പോഴായിരുന്നു. കുതിരക്കുളമ്പടിയൊച്ചയും ആവിയന്ത്രത്തിന്റെ കിതപ്പും ചേർന്നൊരാലസ്യം അവൾ അനുഭവിച്ചത് ആ പട്ടുചേല ചുറ്റിയപ്പോഴായിരുന്നു. വെളുത്ത കുതിരകളുടെ രഥങ്ങൾ, വെളുത്ത കൊടികൾ, വെളുത്ത ചിരികൾ, വെളുത്ത വസ്ത്രങ്ങൾ, സർവവും ചുറ്റിവരിയുന്ന വെളുപ്പിന്റെ ലോകം. വെളുത്ത കുതിരകളുടെ രഥങ്ങൾ, വെളുത്ത കൊടികൾ, വെളുത്ത ചിരികൾ, വെളുത്ത വസ്ത്രങ്ങൾ, സർവവും ചുറ്റിവരിയുന്ന വെളുപ്പിന്റെ ലോകം. അവ മനസ്സിലാകാത്ത ഭാഷയിൽ അവളോട് കയർക്കും. അവളുടെ ദേഹത്തേക്ക് തീവണ്ടികൾ പായിച്ചുവിടും. അവ മനസ്സിലാകാത്ത ഭാഷയിൽ അവളോട് കയർക്കും. അവളുടെ ദേഹത്തേക്ക് തീവണ്ടികൾ പായിച്ചുവിടും. അമ്മയൊരു തകർന്ന ചോളക്കതിർ പോലെ അവളെ പൊതിഞ്ഞു കിടക്കും. അമ്മയൊരു തകർന്ന ചോളക്കതിർ പോലെ അവളെ പൊതിഞ്ഞു കിടക്കും. കാറ്റിനു പോലും തുറക്കാനാവുന്ന വാതിലുള്ള വീട് അവൾക്ക് ചുറ്റും വെറുതെ നാണിച്ചു നിൽക്കും. കാറ്റിനു പോലും തുറക്കാനാവുന്ന വാതിലുകളുള്ള വീട് അവൾക്ക് ചുറ്റും വെറുതെ നാണിച്ചു നിൽക്കും. കാറ്റപഹരിച്ച അവളുടെ കറുത്ത കണ്ണുകൾ, മനസ്സ് അമ്മയെന്ന ചോളക്കതിരിനു മീതെ പെയ്യാൻ തുടങ്ങും. കാറ്റപഹരിച്ച അവളുടെ കറുത്ത കണ്ണുകൾ, മനസ്സ് അമ്മയെന്ന ചോളക്കതിരിനു മീതെ പെയ്യാൻ തുടങ്ങും. കറുത്ത പുഷ്പങ്ങൾ മാത്രം പൂക്കുന്ന പാടങ്ങളിലേക്ക് അവൾ നടക്കുന്നത് നോക്കി വീട് വെറുതെ നിൽക്കും. റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം.